ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എന്നിട്ട് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം നമ്മളിന്ന് ഉച്ചയ്ക്കത്തേനുള്ള ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പം ചിക്കൻ വരട്ടിയത് ഉണ്ടാക്കാൻ പോവുകയാണേ. അപ്പോൾ കുഞ്ഞുള്ളി നിറയെ ഇട്ടിട്ട് നമ്മളെ നാടൻ കറിച്ചട്ടിയിലാണ് ഇന്ന് നമ്മൾ ചിക്കൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കറിവേപ്പിലയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. മഞ്ഞതോ ബാക്കിൽ ഇരുന്നിട്ട് തോരനുള്ളത് അരിയുവാണേ. അപ്പോൾ ഇന്ന് നമ്മളെന്തായാലും ചിക്കൻ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ കയ്യിൽ ഞാൻ ബാൻഡൊക്കെ ഇട്ടിട്ടുണ്ട് ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട്. അപ്പോൾ ചിക്കൻ കറിക്കുള്ള സാധനങ്ങളെല്ലാം അമ്മ അരിഞ്ഞ് വൃത്തിയാക്കി, ചിക്കനെല്ലാം കഴുകി വൃത്തിയാക്കി എല്ലാം അമ്മയാണ് വെച്ചേക്കുന്നിട്ട്. കാരണം എനിക്ക് കൈ വയ്യ, ജസ്റ്റ് ഞാൻ കുക്ക് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഇളക്കി സഹായിക്കുന്ന എല്ലാം മഞ്ഞയാണ്. അപ്പോൾ നമ്മൾ സാധാരണ ചിക്കൻ കറി വെക്കുന്നതൊക്കെ തന്നെ നമ്മളിവിടെ കടുക് വറുക്കും, കടുകും മറ്റുള്ള മുളകൊക്കെ ഇടും കേട്ടോ. അപ്പോൾ എണ്ണ ഒഴിച്ചതെല്ലാമായിട്ട് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചിട്ട് കുഞ്ഞുള്ളിയും കൂടെയൊക്കെ ഇട്ട് നന്നായിട്ട് വാഴച്ച് നല്ലതായിട്ട് കറുപ്പിച്ചെടുക്കുന്ന ചിക്കൻ കറിയാണ്. അപ്പോൾ ഇവിടെ എല്ലാവരുടെയും ഫേവറേറ്റ് എങ്ങനെയാണ്, പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് നല്ല കറാന്നിരിക്കണം ചിക്കൻ കറി, അപ്പോഴേ നല്ല കിടിലൻ ടേസ്റ്റ്. അപ്പോൾ ഇതാ കുഞ്ഞുള്ളി നിറയെ എടുത്തിട്ടുണ്ട്. അപ്പം ഇതെല്ലാം അമ്മയായിട്ട് തൊലിച്ച് തന്നത്. ഇപ്പോൾ കൈ വയ്യാതെ ആയതിനു ശേഷം തൊട്ട് അമ്മയ്ക്കും മഞ്ഞയ്ക്കാണ് എക്സ്ട്രാ പണി. കാരണം എല്ലാം അരിയുന്നതും പറക്കുന്നതൊക്കെ അവരാണ്. എൻ്റെ കൈ വെച്ചിട്ട് ഈ ഇളക്കുന്നതും ഈ റിസ്റ്റ് മൂവ്മെൻ്റ് ഉള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല എനിക്ക്. ജസ്റ്റ് ഒരു ഡമ്മിയായിട്ട് കൈ ഉപയോഗിക്കുക, അത്രയേ ഉള്ളൂ. മാക്സിമം നമ്മൾ റെസ്റ്റ് എടുക്കുവാണെങ്കിൽ മാക്സിമം പെട്ടെന്ന് അത് ക്യൂറായി വരുമെന്നാണ് ഡോക്ടർ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇടത് കൈ വെച്ചിട്ടാണ് എല്ലാ ഞുണുക്ക് പണികളും ചെയ്യുന്നത്. അപ്പം ഇടയ്ക്ക് നമ്മൾ ഓർക്കാതെ എന്ത് ചെയ്യും, വലത് കൈ വെച്ച് ഇളക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് വേദന വരുമ്പോൾ ഞാൻ ഇടത് കൈയിലേക്ക് അങ്ങ് മാറ്റിക്കൊള്ളുന്നത്. ഇപ്പം ഞാൻ ഇളക്കുന്നത് വലത് കൈ വെച്ചാണ്. ഇപ്പോൾ എനിക്ക് വേദന എടുക്കുമ്പോൾ ഞാനത് മാറ്റി അങ്ങ് വെച്ചോളും കേട്ടോ. അപ്പോൾ എന്തായാലും അടുക്കള ഇരിക്കുമ്പോഴേ ഞാൻ എന്തായാലും ഒറ്റയ്ക്ക് കിച്ചണിൽ ഇരിക്കേണ്ടി വരത്തില്ല. കാരണം എനിക്ക് കൂട്ടിന് മഞ്ഞയും ബാലമോളും ഒക്കെ ഉണ്ട്. എപ്പോഴും അടുക്കളയ്ക്കകത്ത് ഞാൻ കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് മഞ്ഞ ബാക്കിൽ വന്നിരുന്ന് വർത്താനം പറയും കേട്ടോ. അതും ഒരു ബ്ലെസ്സിങ്ങാണ്. നമ്മൾ കിച്ചണിൽ ഒറ്റയ്ക്കായി പോകത്തില്ല, കൂട്ടിന് ആളുള്ളതാണ് ഏറ്റവും നല്ലത്. നമ്മൾ കുക്ക് ചെയ്യുന്നത് അറിയത്തില്ല, വർത്താനം പറഞ്ഞ് ആകുമ്പോഴത്തേക്ക് ആ കുക്ക് ചെയ്യുമ്പോൾ നല്ല റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പം ഞാനും മഞ്ഞയും കൂടെ നുണയും വർത്താനമൊക്കെ പറഞ്ഞിട്ടാണ് എന്നും കുക്ക് ചെയ്യാതിരിക്കുന്നത്. കൂട്ടത്തിൽ അതെല്ലാം അലമ്പാക്കാനായിട്ട് ബാലുണ്ട്. അവളെ കയ്യിരിക്കുന്ന പാവമുണ്ടോ, ആ പാവ എടുത്ത് വെച്ച് ഞാൻ ടിഫിൻ കൊണ്ട് എൻ്റെ ലഞ്ച് ബോക്സിലുള്ള സാധനങ്ങളെല്ലാം പറക്കി പാവയ്ക്ക് പാപ്പം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഇളയ പുത്രി. മൂത്ത ആൾക്ക് ഡാൻസ് ഉണ്ട് കേട്ടോ. സൺഡേ ഡാൻസും ട്യൂഷനും ഒക്കെ ഉണ്ട് കേട്ടോ. അവൾ തിരക്കാം. അപ്പം നമ്മുടെ ചിക്കൻ കറി തകൃതിയിൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് വേറെ വർത്താനം പറഞ്ഞപ്പോൾ ചിക്കൻ കറിയുടെ ടച്ച് വിട്ട് പോയി. അപ്പം പൊടികളൊക്കെ ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുകയും ആ ഒരു കുഴി കുത്തിയിട്ട് ആ കുഴിയിലോട്ട് പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കും. ഇപ്പോൾ അമ്മ വന്നിട്ടാണ് ഇളക്കുന്നത് കേട്ടോ. ഞാൻ ഇളക്കിയപ്പോഴത്തേക്ക് അടുക്കി പിടിക്കുന്നുണ്ട്, കൈ വരെ വയ്യാത്തതുണ്ട്. അപ്പോൾ എന്തായാലും അമ്മ വന്ന് ചട്ടപുടകെ അങ്ങ് ഇളക്കി എല്ലാം അങ്ങിട്ട് പിന്നെ ചിക്കനൂടെ പറക്കി ഇട്ട് തന്നെ അമ്മ. എന്നിട്ട് ചിക്കൻ ഇട്ടിട്ട് ഇളക്കാനും ഇച്ചിരി നമ്മൾ സ്ട്രെയിൻ ചെയ്യേണ്ടത്, അതുകൊണ്ട് അമ്മ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ച് തന്നെ കേട്ടോ. അപ്പം ഇവിടെ ചിക്കൻ കറി വെക്കുവാണെങ്കിൽ ലെഗ് പീസ് വലുതായിട്ട് തന്നെ വേണം. അപ്പം 3 ലെഗ് പീസ്, ഒന്ന് മഞ്ഞ, ഒന്ന് ജാനു, ഒന്ന് ബാല, 3 ലെഗ് പീസ് അതിനകത്ത് മസ്റ്റായിട്ട് വേണം. അപ്പം ഇതിനകത്ത് 3 ഉണ്ടോ എന്ന് അറിയാൻ വയ്യ കേട്ടോ. 3 കാണും. അങ്ങനെ പിന്നെ അമ്മ ഇളക്കിയിട്ട് പോയിട്ട് പിന്നെ മഞ്ഞ വന്ന് ഇളക്കുവാണ്. ഇതിനിടയിൽ സ്വന്തം സ്ഥലം ഡെയിലി കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് വന്നിരിക്കുന്ന സ്ഥലമാണ് കേട്ടോ. ബാല ഇവിടെ വന്നിരിക്കും. ഇവിടെ വന്നിരുന്നാണ് അവളുടെ പരിപാടിയൊക്കെ നടത്തുന്നത്. അവിടെ ഇരിക്കാനായിട്ട് കയറാൻ വേണ്ടി കിടന്ന് ഇടിക്കുവാണ് അവൾ. പിന്നെ അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മുടെ ചിക്കൻ കറി റെഡിയായി. നല്ല മണമായിരുന്നു കേട്ടോ. സൈഡിൽ തോരൻ വെക്കുന്നുണ്ട് കേട്ടോ. കൂടെ വന്ന് മഞ്ഞ ഇളക്കി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചിക്കനൊക്കെ നല്ല തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് കുറുകി വറ്റി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലഞ്ച് പൊളിയാണ്. ഉച്ചയ്ക്കത്തേന് ചിക്കനും പിന്നെ ഒരു തോരൻ വെച്ചിട്ടുണ്ട്, പിന്നെ നിറയെ സാലഡ് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടി പിടിക്കണം ഗൈസ്. ഇന്ന് ജോലിക്ക് പോകേണ്ട ദിവസങ്ങളിലൊക്കെ ചിക്കൻ വയ്ക്കുന്ന തട്ടിക്കൂട്ടായിരിക്കും, ഇങ്ങനെ കുക്കറിലിട്ട് അടിച്ചൊക്കെ ആയിരിക്കും വയ്ക്കുന്നത്. ജോലി ഇല്ലാത്ത വീട്ടിൽ നിൽക്കുന്ന റിലാക്സ് ചെയ്യുന്ന ദിവസങ്ങളായിരിക്കും ഡീറ്റെയിൽ ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ചിക്കൻ കറിയൊക്കെ വയ്ക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ വയ്ക്കുന്നതിലെ ടേസ്റ്റ്. അപ്പോൾ നമ്മൾ ഉണ്ണാൻ പോവുകയാണേ. അപ്പോൾ ഞാൻ നിറയെ ചിക്കൻ കറി എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇങ്ങനെ വയ്ക്കുന്ന ചിക്കൻ കറി ഭയങ്കര ഇഷ്ടമാണ്. സത്യം പറഞ്ഞാൽ കുക്കറി അടിക്കുന്നതിനെക്കാട്ടി ഭയങ്കര ഇഷ്ടം ഇതാണ് ആക്ച്വലി ഇഷ്ടമുള്ള ചിക്കൻ കറി. പിന്നെ നിറയെ പയറ് തോരൻ, നീളം പയറില്ല, ആ പയറ് തോരനും കുറേ സാലഡും കൂടെ എടുത്തിട്ട് ഇന്ന് എന്തൊരു കുശാലായിരുന്നറിയാവോ. ഉച്ചയോണ് വിശാലമായിട്ട് അങ്ങ് കഴിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോസ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. ടാറ്റാ ബൈ ബൈ.